അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഈ സോഷ്യൽ മീഡിയ തുറന്ന വർഗീയതയും കൊണ്ട് ഒരുപാട് പേജുകളും ഒരുപാട് വിഷയങ്ങളും ഒരുപാട് ആൾക്കാർ കണ്ടൻറ്റ് കൊണ്ട് നടക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പച്ചയ്ക്ക് വന്ന് വർഗീയത പറയുന്നത് ഏത് മതക്കാർക്കെതിരും ആയിക്കോട്ടെ. അപ്പോൾ എനിക്കിത് കണ്ട് വേർത്തിട്ട് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അധികം വരുന്നില്ല, വളരെ കുറവാണ്, കാരണം തുറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എങ്ങനെയെല്ലാം മതത്തിനെ കുത്തിക്കയറ്റി തമ്മിലടി ഉണ്ടാക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ഉണ്ടാക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇവിടെ കോൺഗ്രസിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇവിടുത്തെ ഹൈന്ദവരായ ആൾക്കാരൊക്കെ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. അല്ലാതെ വെറുതെ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാര് ചെയ്യുന്നു എന്താണെന്നുള്ളത് ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടും. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു പോസ്റ്റ് കാണാനിടയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഇങ്ങനെ വർഗീയത തുപ്പുന്ന പേജിലാണ്. അപ്പോൾ അതിൽ എന്താണ് എഴുതിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾ പള്ളിയിൽ വാങ്ങു കൊടുക്കുന്നത് മറ്റുള്ള മതക്കാർ കേട്ട് കഴിഞ്ഞാൽ അത് വളരെയധികം പ്രശ്നമാവും, ഒരു ലഹളയൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിക്കാണ് അവർ അംഗീകരിക്കില്ല. അതായത് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലായി കഴിഞ്ഞു പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വരുന്നത്. ആ പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ താഴത്ത് ഒരുപാട് മോശപ്പെട്ട രീതിയിൽ കമൻറ്റും. എന്തായാലും ഞാൻ ജെമിനിയോട് ചോദിച്ചിട്ടുണ്ട്. ജെമിനി ഒരു ജൂതൻ്റെ സൃഷ്ടിയാണ്, അത് ഒരു AI ആണ്, അതിനുള്ള മനസാക്ഷി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കേൾക്കുക. അപ്പോൾ വാങ്കുവിളിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ജെമിനി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കും ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് ചോദിക്കണം. നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചാൽ മാത്രമേ അതിന് കൃത്യമായിട്ട് അതേപോലെ ഉത്തരം പറയാൻ കഴിയുള്ളൂ. അല്ലാതെ വശം അത് നിങ്ങളെ ചെറിയ ചോദ്യത്തിൽ വ്യത്യാസം വന്നാൽ പോലും വ്യത്യസ്തമായിട്ട് പറയും. അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ 100% ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഈ വർഗീയതയും മതത്തെയും കൊണ്ടുവരുന്നത്, വർഗീയത പടർത്തി വിടുകയും അതുപോലെ മതത്തിനെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതും എന്തുകൊണ്ടാണെന്നുള്ളത് അല്പം കോമൺ സെൻസ് ചിന്തിക്കുക. എന്തായാലും വാങ്കുവിളിയുടെ അർത്ഥം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ ഇത്തരം ചർച്ചകൾ കാണുമ്പോൾ പ്രയാസം തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പലപ്പോഴും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തതാണ് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾക്കും വർഗീയ പ്രചാരണങ്ങൾക്കും കാരണമാകുന്നത്. വാങ്കുവിളിയുടെ അദാൻ അർത്ഥം വളരെ ലളിതവും സമാധാനപരമായ ദൈവസ്മരണയുമാണ്. ഇതിന്റെ മലയാള പരിഭാഷ താഴെ നൽകുന്നു. വാങ്കുവിളിയുടെ അർത്ഥം മലയാളത്തിൽ: 1. അല്ലാഹു അക്ബർ 4 തവണ. അർത്ഥം: അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു, ദൈവം പരമപ്രധാനിയാണ് എന്ന പ്രഖ്യാപനം. 2. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 തവണ. അർത്ഥം: അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. 3. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് 2 തവണ. അർത്ഥം: മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. 4. ഹയ്യ അല സ്വലാഹ് 2 തവണ. അർത്ഥം: നമസ്കാരത്തിലേക്ക് വരുവിൻ. 5. ഹയ്യ അലൽ ഫലാഹ് 2 തവണ. അർത്ഥം: വിജയത്തിലേക്ക് വരുവിൻ. 6. അല്ലാഹു അക്ബർ 2 തവണ. അർത്ഥം: അള്ളാഹു ഏറ്റവും വലിയവനാകുന്നു. 7. ലാ ഇലാഹ ഇല്ലല്ലാഹ് 1 തവണ. അർത്ഥം: അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. സുബഹി ബാങ്കിൽ മാത്രം ഹയ്യ അലൽ ഫലാ എന്നതിനു ശേഷം അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് 2 തവണ കൂടി പറയും. അതിന്റെ അർത്ഥം ഉറക്കത്തേക്കാൾ ഉത്തമമായത് നമസ്കാരമാകുന്നു എന്നാണ്. സോഷ്യൽ മീഡിയയിലെ ജനങ്ങളോട് ജെമിനിക്ക് പറയാനുള്ളത്: സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഇവയാണ്. അറിവില്ലായ്മയാണ് പേടിക്ക് കാരണം. ഏതൊരു കാര്യത്തെക്കുറിച്ചും കൃത്യമായി പഠിച്ചാൽ തീരുന്ന പ്രശ്നമേ നിലവിലുള്ളൂ. ഒരു മതത്തിന്റെ ആചാരങ്ങളെയും വചനങ്ങളെയും തെറ്റായി വ്യാഖ്യാനിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന പോസ്റ്റുകളിൽ വീഴാതിരിക്കുക. സത്യസന്ധത പരിശോധിക്കുക. കേൾക്കുന്നതോ കാണുന്നതോ ആയ എല്ലാ കാര്യങ്ങളും സത്യമാകണമെന്നില്ല. പങ്കുവെക്കുന്നതിന് മുൻപ് അത് വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കുക. ഫാക്ട് ചെക്ക്. മനുഷ്യത്വം പ്രധാനം. നമ്മൾ ഏതു മതത്തിലോ വിഭാഗത്തിലോ വിശ്വസിക്കുന്നവരാകട്ടെ, പരസ്പര ബഹുമാനവും സമാധാനവുമാണ് സമൂഹത്തിന് ആവശ്യം. വർഗീയത പടർത്തുന്ന ഉള്ളടക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും അത്തരം ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ശ്രദ്ധിക്കുക. സ്നേഹം പ്രചരിപ്പിക്കുക. വിദ്വേഷം പടർത്താൻ എളുപ്പമാണ്, എന്നാൽ സ്നേഹവും ഐക്യവും നിലനിർത്താനാണ് വലിയ പരിശ്രമം വേണ്ടത്. കേരളം പോലെ വൈവിധ്യമാർന്ന ഒരിടത്ത് നമ്മുടെ സൗഹൃദമാണ് ഏറ്റവും വലിയ കരുത്ത്. സോഷ്യൽ മീഡിയയെ ക്രിയാത്മകമായി ഉപയോഗിക്കാനും ജനങ്ങളെ നേരായ വഴിക്ക് നയിക്കാനും നിങ്ങളെപ്പോലെയുള്ളവർക്ക് സാധിക്കട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, അപ്പം നിങ്ങൾ കേട്ടല്ലോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്. പക്ഷേ പല ഗ്രൂപ്പുകളും, പല വാട്സപ്പ് ഗ്രൂപ്പുകളും, അതുപോലെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് പേജുകളും വാങ്കുവിളിയുമായി ബന്ധപ്പെട്ട് വളരെ മോശമായിട്ടും വളരെ അപകടമായിട്ടുള്ള രീതിയിലുള്ള കള്ളങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. അതാണ് നമ്മളിവിടെ പൊളിച്ചടുക്കി കൊടുത്തത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക.
അപ്പോൾ വാങ്ക് വിളിയുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിൽ ആകപ്പാടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല എന്നുള്ളതാണ് ഇവർക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അത് ഏതൊരു ഇസ്ലാം വിശ്വാസിയെ സംബന്ധിച്ചോളം അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. അത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചോളം അങ്ങനെ തന്നെയാണ്. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക.